ഇന്നലത്തെ ബിഗ് ബോസ് ലൈവ് ഫുള്ളായിട്ട് കണ്ടവർക്ക് ഒരു കാര്യം അറിയാം. ജാസ്മിൻ ഹൗസിൽ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരുന്നതും അത് ടാസ്കിനിടയിലായാലും കൂടുതൽ സമയം ചെലവഴിച്ചതും അർജുനുമായിട്ടാണ്. ഇതിനെ വളരെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് ഇപ്പൊ പലരും. ഗബ്രി പോയതിനു ശേഷം പുതിയൊരു കോംബോ ആകാൻ ശ്രമിക്കുകയാണോ എന്ന് പറയുന്ന പലരും ഉണ്ട്. ജാസ്മിനും അർജുനും തന്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സൗഹൃദം ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതലുണ്ട്. അത് അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ജാസ്മിൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും സമയം ചെലവഴിച്ചതൊക്കെ ഗബ്രി ആയിട്ടായതിനാലാണ് ഇത് ജനങ്ങൾക്ക് അങ്ങനെ അത്ര മനസ്സിലാവാതിരുന്നത്. ഇപ്പൊ ഒരാളെവിടെ ഒരാളോട് കൂടുതൽ അടുത്തു എന്ന് കരുതി ഇനിയൊരു ഫ്രണ്ടും ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോ ഉണ്ടായാൽ തന്നെ അതെല്ലാം തെറ്റായ ബന്ധമാണെന്ന് പറയുകയാണ് ജാസ്മിനെ വിമർശിക്കുന്ന പലരും. ഇനിയിപ്പോ ഇതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കാഴ്ചയിൽ അവരൊരു ബ്രദർ സിസ്റ്റർ കോംബോ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നലെ ടാസ്കിൽ തന്നെ ജാസ്മിൻ അർജുന്റെ ടീമിലായിരുന്നു. അപ്പൊ പിന്നെ ജാസ്മിൻ നിൽക്കേണ്ടതും അർജുന്റെ കൂടെ തന്നെയാണല്ലോ. കാര്യം ശരിയാണ്, ജാസ്മിൻ കുറെ നെഗറ്റീവ്സ് ഒക്കെ ഹൗസിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ജാസ്മിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നോ ആരോടും സൗഹൃദം പോലും പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതേസമയം ഇന്നലെ ശ്രീധുവിന്റെ അമ്മ വന്നു പോയതിനു ശേഷം ശ്രീധുവിന് കുറച്ച് സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം അവർ തമ്മിലുള്ള ഒരു കോംബോ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്ന് വിചാരിച്ചായിരിക്കാം ശ്രീധു ഇപ്പൊ അർജുനോട് നല്ല അകലം പാലിക്കുന്നുണ്ട്. അതേസമയം അർജുന് ഒരു വിഷമമുണ്ടെങ്കിലും ശ്രീധുവിന്റെ പിറകെ നടന്ന ആ ഒരു സെൽഫ് റെസ്പെക്ട് കളയാതെ തന്നെ അർജുൻ മറ്റുള്ള എല്ലാവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ശ്രീധുവിനെ എല്ലാ ആളുകളും തിരിച്ചറിയാൻ തുടങ്ങിയതും അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയതും ഈ ഒരു കോംബോ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം ഒന്നും ശ്രീധുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജുനെ എത്ര കാലം അവോയ്ഡ് ചെയ്ത് പിടിച്ചു നിൽക്കാനാകുമെന്നതിൽ സംശയമാണ്.